So next we can see what are the differences between an independent contractor and an agent. Okay. അപ്പോൾ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഹീസ് ബൗണ്ട് ടു ആക്ട് സബ്ജക്റ്റ് ടു ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രിൻസിപ്പിൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ലെ, ഹി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പാർട്ടീസ്. ബട്ട് an independent contractor merely undertakes to perform specified work in the manner in which he decides. നേരെ മറിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ, ഒരു കരാറുകാരൻ്റെ ജോലി എന്താ? അയാളിപ്പോൾ ഒരു പാലം പണിയാണെങ്കിൽ ആ പാലത്തിൻ്റെ പണി അയാൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നു, എന്നിട്ട് ചെയ്യുന്നത് അല്ലേ? അതേപോലെ സെക്കൻഡ് ഡിഫറൻസ്, an agent can bind the principal by entering into contract with other persons within the scope of his authority. ഓക്കെ, അതായത് ഏജൻ്റ് എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡീലിങ്സിന് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ട്. പക്ഷേ ഇത് ആരെയാ ബൈൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ബൈൻഡ് ദ പ്രിൻസിപ്പിൾ. ബട്ട് an independent contractor has no authority to bind his employer in his contractual dealings with a third person. നേരെ മറിച്ച് ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ തന്നെ എന്നല്ലാതെ അതിൻ്റെ ശരിക്കുള്ള എംപ്ലോയർക്ക് യാതൊരു എന്താ പറയുക ബാധ്യതകളും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? വൺ ഹൂ ഈസ് എംപ്ലോയ്ഡ് ടു പെർഫോം സർട്ടൻ സ്പെസിഫൈഡ് വർക്ക് ബട്ട് ദ മാനർ ആൻഡ് മീൻസ് ഓഫ് പെർഫോമൻസ് ആർ എൻറ്റയർലി ലെഫ്റ്റ് ടു ഹിസ് ഡിസ്ക്രിഷൻ. അതായത് അയാൾക്ക് എന്ത് ചെയ്യുക, ഹി ഹാസ് ദ ഫ്രീഡം ടു ഡു. ആ എന്ത് വർക്കാണോ അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ സ്പെസിഫൈഡ് വർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, സോ സച്ച് എ കോൺട്രാക്റ്റ് ഡിഫേഴ്സ് ഫ്രം ഏജൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് വൈൽ ദ കോൺട്രാക്റ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ഹിസ് എംപ്ലോയർ ഇൻ റിലേഷൻ ടു അതർ പേഴ്സൺസ്. നേരെ മറിച്ചിട്ട് ഏജൻറ്റ് എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ഹി ഡസ് റെപ്രസെൻറ്റ് ഹിസ് എംപ്ലോയർ ഇൻ relation to other persons, and he can bind the principal by entering into contract with other persons within the scope of his authority. Okay, both agent and trustee exercise their powers and authority in interest of other persons, but there are some differences. An agent exercises merely the delegated powers. എന്താണോ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് എ ട്രസ്റ്റി എക്സസൈസസ് പവേഴ്സ് ഇൻ ഹിസ് ഓൺ നെയിം. ട്രസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ അതിനൊരു കുറച്ച് ആളുകളുണ്ടാവും ട്രസ്റ്റീസായിട്ട്. അപ്പോൾ ആ ട്രസ്റ്റി എന്താ ചെയ്യുന്നത്, അവരുടെ സ്വയം ഇത് പ്രകാരമാണ് ബെനിഫിഷ്യറീസിന് എന്തൊക്കെ കിട്ടാൻ പറ്റും അതെല്ലാം നേടിക്കൊടുക്കാൻ അവരുടെ സ്വയം എന്തിലെടുക്കുന്നതെന്ന് പറയും. ഈ എക്സസൈസസ് their own powers in his own name. Then second one, an agent manages the property not of his but of the principal. Agent എന്താ ചെയ്യുന്നത്, he act on behalf of the principal എന്ന് പറഞ്ഞാൽ, so he manages the principal's property, but the property which a trustee manages is vested in him. Last one, when an agent makes a contract on behalf of his principal, he creates a privity of contract between the principal and third party. അതായത് ഏജൻ്റ് ഒരു പാർട്ടിയായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്, തേർഡ് പാർട്ടി ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ശരിക്കും കോൺട്രാക്റ്റ് വരുന്നത് ആര് തമ്മിലായിരിക്കും, പ്രിൻസിപ്പൽ ആൻഡ് തേർഡ് പാർട്ടി ആയിരിക്കും. ഈവൻ ദോ ഇത് ആരാ ചെയ്യുന്നതെങ്കിൽ കൂടി, ഏജൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ കൂടി, ദറ്റ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആര് തമ്മിലാണ് വരുന്നത്, ജസ്റ്റ് ബിറ്റ്വീൻ തേർഡ് പാർട്ടി ആൻഡ് ദ പ്രിൻസിപ്പൽ. നേരെ മറിച്ചിട്ട് എ ട്രസ്റ്റി വെൻ എ ട്രസ്റ്റി ഡസ് ദ സെയിം തിങ് ദ കോൺട്രാക്ട് ഇസ് ഫോർ ഹിം ഓൺലി. അതായത് ട്രസ്റ്റി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റിയും മറ്റേ ആളും തമ്മിൽ തന്നെ ആയിരിക്കും. ഓക്കെ, പ്രിവിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ട്രസ്റ്റി ആൻഡ് ദ അതർ പാർട്ടി. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രസ്റ്റി ആൻഡ് ഏജൻറ്റ്. ഓക്കെ, the next is wife acting as an agent of her husband. അതായത് where the wife is authorized by the husband expressly to borrow, the husband undoubtedly becomes liable. In such case the husband is the principal and wife is the agent.
അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇപ്പം അങ്ങനെ ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ വൈഫ് എന്ത് ബോറോ ചെയ്താലും എല്ലാത്തിനും ആരായിരിക്കും ലയബിൾ ആവുന്നതെന്ന് പറയുന്നത് ഹസ്ബൻഡ് ആയിരിക്കും. കാരണം അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ്, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഇനി ദ ടു രണ്ടുപേരും where the two are living as husband and wife, the mere fact of living together under the same roof will raise a presumption that wife has an implied authority to pledge the credit of the husband for the purchase of necessaries for life. But the liability of husband for a wife's debt depends upon the principle of agency, and husband is liable only when he has expressly or impliedly authorized his wife to do certain things on his behalf. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ലയബിലിറ്റി ഓഫ് ഹസ്ബൻഡ്, വൈഫിൻ്റെ ഡെറ്റിൽ ഹസ്ബൻഡിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഏജൻസി അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. കാരണം അവരെ ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിലാണ് കാണുന്നത്. അതുകൊണ്ട് വൈഫിൻ്റെ എന്ത് കടങ്ങളുണ്ടെങ്കിലും അത് എങ്ങനെ മാത്രമേ ഹസ്ബൻഡിനെ ബാധിക്കൂ എന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് ഈസ് ലയബിൾ ഓൺലി വെൻ ഹി ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ഓതറൈസ്ഡ് ഹിസ് വൈഫ് ടു ഡു സർട്ടൻ തിങ്സ് ഓൺ ഹിസ് ബിഹാഫ്. അതായത് എക്സ്പ്രസ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. എന്ത്, ഭാര്യേൻ്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിക്കോളാം എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു എന്താ പറയുക, വൈഫിനെ ഓതറൈസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് എന്താവുന്നുള്ളൂ എന്നാണ് പറയുന്നത്, ഹീ ഈസ് ലയബിൾ.